ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു സായി സായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ എൻ്റെ 9th സ്റ്റാൻഡേർഡിലത്തെ ഫസ്റ്റ് ഡേ ആണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട് കുറേ ദിവസമായി. സത്യം പറഞ്ഞ് എനിക്ക് ഈ ഒരു വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്തതിന് ശേഷം പിന്നെ ഈ വീഡിയോൻ്റെ കാര്യം എനിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല കേട്ടോ. അല്ലെങ്കിൽ അപ്പം തന്നെ ഇടേണ്ട വീഡിയോ ആണ്. ഇപ്പം ഇത്രയും വൈകി. അപ്പോൾ ഞാൻ രാവിലെ തന്നെ റെഡി ആവണുണ്ട്, ക്ലാസ്സിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവണമല്ലോ. എനിക്ക് അധികം കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല രാവിലത്തെ. ഈ റെഡി ആവണത് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. എന്നാൽ റെഡി ആവണത് മുഴുവൻ കാണിച്ചിട്ടും ഇല്ല കേട്ടോ. സ്കൂളിൽ പോകണതോ അങ്ങനെയൊന്നും എനിക്ക് കാണിക്കാൻ പറ്റിയില്ല ശരിക്കും പറഞ്ഞാൽ. പിന്നെ വന്നതിന് ശേഷമുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിലുള്ളത് കേട്ടോ. അതിന് ഞാൻ ആദ്യം തന്നെ സോറി പറയാണ്. പിന്നെ ഫുൾ ഡേ ഒക്കെ കാണിക്കുന്ന ഒരു വ്ളോഗും കാര്യങ്ങളൊക്കെ ഞാൻ ഇടും. പിന്നെ സ്കൂളിൽ നിന്ന് വന്നതിന് ശേഷം കുറച്ച് നേരം ഡ്രോയിങ് ചെയ്യാനൊക്കെ ഇരുന്നു. പിന്നെ കുറച്ച് നേരം പാട്ടൊക്കെ കേട്ടു കേട്ടോ. പാട്ട് ലാപ്ടോപ്പിൽ നിന്ന് വെക്കേഷൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ലാപ്ടോപ്പാണ്. പിന്നെ ഈ കുറച്ച് നോട്ട്സും കാര്യങ്ങളൊക്കെ എനിക്ക് കണ്ടെത്തി എഴുതാനായി. ടെക്സ്റ്റ് ബുക്ക് ഇല്ല കേട്ടോ ഞങ്ങൾക്ക്. ടെക്സ്റ്റ് ബുക്ക് 9th സ്റ്റാൻഡേർഡിൻ്റെ പുതിയതായ കാരണം വന്നിട്ടില്ല. ജൂലൈ ഒക്കെ ആവുമെന്നാണ് പറയുന്നത് ടെക്സ്റ്റ് ബുക്ക്. അത് കാരണം ഇപ്പം നോട്ട് മാത്രമാണ് ഞങ്ങൾ പഠിക്കുന്നത്. ടീച്ചർമാർക്ക് തന്നെ ഏതൊക്കെ ചാപ്റ്റർ എന്ന് സത്യം പറഞ്ഞ് അറിഞ്ഞുകൂടാ. അവർ സെർച്ച് ചെയ്തൊക്കെ കണ്ടുപിടിച്ചിട്ട് വല്ല A4 ഷീറ്റിൽ പ്രിൻറ്റ് ചെയ്തതിന് ശേഷം അവരത് നോക്കിയിട്ടാണ് ഞങ്ങളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ നോട്ട്സ് കുറേ തരും. അപ്പോൾ ആ നോട്ട്സ് മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ. ടെക്സ്റ്റ് ഇല്ലല്ലോ. പിന്നെ ഈ സംഭവമൊക്കെ എടുത്ത് തിന്നിട്ടാട്ടോ ചെയ്തത്. പിന്നെ എൻ്റെ മേശയുടെ അവസ്ഥ നിങ്ങളെല്ലാവരും കണ്ടല്ലോ. അത്യാവശ്യം അലങ്കോലമാണ്. അപ്പോൾ ഇത് മൊത്തം ഒന്ന് വൃത്തിയാക്കി എടുക്കണം. മേശയൊക്കെ ഡെസ്ക് മേക്ക് ഓവറൊക്കെ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. റൂം മേക്ക് ഓവറും പ്ലാൻ ചെയ്യുന്നുണ്ട് ചെറിയൊരു രീതിയിൽ കേട്ടോ. വലുതായിട്ടൊന്നും റൂം മേക്ക് ഓവർ ചെയ്യാനും ഇല്ല. സത്യം പറഞ്ഞ പോസ്റ്റേഴ്സൊക്കെ നമ്മൾ ഓൾറെഡി ഒട്ടിച്ചതാണ്. പോസ്റ്റേഴ്സൊന്നും ഞാൻ മാറ്റുന്നില്ല, കാരണം അതിനൊന്നും ഒരു കുഴപ്പമില്ല. പിന്നെ ബെഡിൻ്റെ അവസ്ഥ ഇത് തന്നെ. അവിടെയും കുറേ ബുക്ക് ഇരിക്കുന്നുണ്ട്. ടെക്സ്റ്റ് ബുക്ക് കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കേണ്ട, അത് എൻ്റെ കസിൻ്റെ ബുക്ക് ഞാൻ വാങ്ങിയതാണ്. ഇക്കൊല്ലം സെയിം ടെക്സ്റ്റ് ബുക്ക് ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ ആ ടെക്സ്റ്റ് ബുക്ക് കൊണ്ടും ഗുണമുണ്ട് കേട്ടോ. കുറേ ചാപ്റ്റേഴ്സൊക്കെ അതിലുണ്ട് എടുക്കാൻ പോണ. അത് കാരണം ഗുണമൊക്കെ ഉണ്ട്. മാത്സും സയൻസും മാത്രം അത് കാരണം ഞാൻ സ്കൂളിൽ കൊണ്ടുപോകും ടെക്സ്റ്റ്. അതാകുമ്പോൾ കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി ഒക്കെ കൂടെ സയൻസിലും അതിൽ കുറച്ച് ചാപ്റ്റേഴ്സൊക്കെ അതിലുള്ളത് തന്നെ ഉണ്ട്, പുതിയ ടെക്സ്റ്റിലുള്ളതൊക്കെ തന്നെ. പിന്നെ ഇതൊക്കെ ഒരുവിധം ഞാൻ അങ്ങോട്ട് ശരിയാക്കി. സ്പീഡിൽ ഇട്ടുകൊണ്ടാണ് ഇത്ര വേഗം ശരിയാക്കിയ പോലെ തോന്നുന്നത്. അത്യാവശ്യം ടൈമൊക്കെ എടുത്തിട്ട് തന്നെയാണ് ഞാൻ മൊത്തം മെനക്കാക്കി എടുത്തത്. ഞാനാണെങ്കിൽ ഭയങ്കര സ്ലോ മോഷനാണ്. ഇതൊക്കെ നല്ല സ്പീഡാണ്, പക്ഷേ സാധനങ്ങൾ അറേഞ്ച് ചെയ്യുമ്പോൾ ഞാൻ കുറച്ച് സ്ലോ മോഷനാണ് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. നിറച്ച് വൈറ്റ് പെയിൻറ്റിൻ്റെ ഒക്കെയാണ് ഡെസ്കുമ്മ. അതൊക്കെ ഇനി ശരിയാക്കണം. പിന്നെ നോട്ട്സ് എഴുതാനുണ്ടായിരുന്നു. അതായത് ഞാൻ ഫസ്റ്റ് പോയപ്പോൾ ഏതൊക്കെ നോട്ട് കൊണ്ടുപോകണമെന്ന് അറിയില്ല, ഏതൊക്കെ പീരീഡാണെന്നും അറിയുന്നുണ്ടായിരുന്നില്ല. പിന്നെ അറിഞ്ഞപ്പോൾ കൊണ്ടുപോയി. പക്ഷേ ഈ സോഷ്യലൊക്കെ ഉണ്ടല്ലോ, സോഷ്യൽ ഇപ്പോൾ 4 എണ്ണമല്ലേ, സോഷ്യലിന് മാത്രമേ എഴുതിയിട്ടുണ്ടായിരുന്നുള്ളൂ. സോഷ്യലിൽ തന്നെ എക്കണോമിക്സ്, ജോഗ്രഫി, ഹിസ്റ്ററി അങ്ങനെ കുറേ ഉണ്ടല്ലോ, പൊളിറ്റിക്സ്, അതിലേതാണെന്ന് അറിയില്ലായിരുന്നു. അപ്പം ഞാൻ തൽക്കാലം എക്കണോമിക്സ് പുതിയതാണ്, ഞങ്ങൾക്ക് 9ാം ക്ലാസ് തൊട്ടല്ലേ, അപ്പോൾ ചിലപ്പോൾ അതെടുക്കാമെന്ന് വിചാരിച്ചിട്ട് എക്കണോമിക്സിൻ്റെ നോട്ട്ബുക്കാണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. എല്ലാം കൂടെ താങ്ങിക്കൊണ്ടുപോകണ്ടല്ലോ വെച്ചിട്ട്. പക്ഷേ പോയപ്പോൾ ഹിസ്റ്ററി എടുത്തു, ജോഗ്രഫി എടുത്തു, എക്കണോമിക്സ് എടുത്തിരുന്നില്ല. അപ്പോൾ ആ 2 എണ്ണത്തിൻ്റെയും നോട്ട് ഞാൻ റഫിലായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ജോഗ്രഫിയുടെ നോട്ടാണ് എഴുതുന്നത്. അപ്പോൾ ആ റഫിൽ എഴുതിയത് ഇപ്പോൾ ഇതിലേക്ക് പകർത്തി എഴുതാണ് കേട്ടോ. ഹാൻഡ് റൈറ്റിംഗ് ഒന്നും നിങ്ങൾ നോക്കണ്ട, എനിക്കിഷ്ടമല്ല കേട്ടോ എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് സത്യം പറഞ്ഞാൽ. നിങ്ങൾക്ക് കണ്ടിട്ട് എന്തൊന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഒക്കെ കൂടെ എഴുതി വയ്ക്കുന്നുണ്ട്. അത്യാവശ്യം നോട്ടൊക്കെ ഉണ്ടാവും, കാരണം ടെക്സ്റ്റ് ഇല്ലല്ലോ, നോട്ട് തന്നെ റെഫർ ചെയ്ത് പഠിക്കണ്ടേ. ഈ എഴുതുന്നത് കുറച്ച് കൂടുതൽ ടൈം ഞാൻ വെച്ചിട്ടുണ്ട്, കാരണം ഈ വീഡിയോ സത്യം പറഞ്ഞാൽ ഈ എഴുതുന്നതും ആ കാലത്ത് പോയതും പിന്നെ TV കാണുന്നതും വൃത്തിയാക്കുന്നതും മാത്രമേ ഉള്ളൂ, പാട്ട് കേൾക്കുന്നതും. കാരണം എനിക്ക് വലുതായിട്ട് എടുക്കാൻ പറ്റില്ല, എനിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ എടുത്തത് കുറച്ച് കൂടുതൽ നേരം ഞാൻ വെച്ചെന്നേ ഉള്ളൂ. പിന്നെ ഇങ്ങനെ എഴുതുന്നത് കാണാനൊക്കെ ഒരു രസമല്ലേ, എനിക്കിഷ്ടമാണ് കേട്ടോ ഇങ്ങനെ എഴുതുന്നതൊക്കെ കാണാൻ. ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഞാൻ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഇങ്ങനെ എഴുതുന്നതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ കുറേ പേർക്ക് അങ്ങനെ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ വെച്ചെന്നുള്ളൂ, കാരണം വീഡിയോ ഒക്കെ നമുക്ക് കുറച്ച് വലുതാക്കണമല്ലോ. നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യുക എങ്ങനത്തെ വീഡിയോ ഇനി ഇടണം. ക്രാഫ്റ്റ് ആയാലും ഡ്രോയിങ് ആയാലും ഒക്കെ ഞാൻ ശ്രമിച്ച് നോക്കാം കേട്ടോ. പിന്നെ എങ്ങനത്തെ വ്ളോഗാണ് ഇഷ്ടം, അങ്ങനത്തെ ഒക്കെ ഞാൻ എന്തായാലും ചെയ്യാൻ ശ്രമിക്കും. പിന്നെ ഈ നോട്ടും കാര്യങ്ങളൊക്കെ കണ്ടോ, ഇങ്ങനെ വരയ്ക്കുന്നതൊന്നും ടീച്ചർ തന്നതല്ല, ടീച്ചർ അവിടെ എക്സാമ്പിളായിട്ട് വരച്ചിട്ടതാണ്. പക്ഷെ അതടക്കം പകർത്തി എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഒന്നും മനസ്സിലാവില്ല, എന്നാലും എഴുതി വയ്ക്കും. ചിലപ്പോൾ നമുക്കത് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ മനസ്സിലാവും. അപ്പോൾ മനസ്സിലാവട്ടെ എന്ന് വെച്ച് ഞാനൊക്കെ എഴുതി വയ്ക്കും, എക്സാമിനൊക്കെ ഉപകാരപ്പെടുമല്ലോ. പിന്നെ അടുത്തത് ഹിസ്റ്ററിയാണ് എഴുതുന്നത്. ഹിസ്റ്ററി കുറച്ചുണ്ടായുള്ളൂ, ആ ബുക്കിൽ തന്നെ കാണാമല്ലോ, പകുതി ഉള്ളൂ. അതാണെങ്കിൽ A4 സൈസുള്ള ബുക്കാണ്.
അപ്പോൾ റഫ് ബുക്കിൽ കുറച്ച് ഭംഗികേടിലാണ് എഴുതിയിട്ടുള്ളത്. നോട്ടിക്ക് സമയമൊക്കെ എടുത്ത് പതിയെ ഭംഗിക്കാണ് എഴുതുന്നത്. പക്ഷേ ക്ലാസ്സിൽ അങ്ങനെയല്ല കേട്ടോ, വേഗം തന്നെ എഴുതണമല്ലോ, മായ്ക്കില്ല അല്ലെങ്കിൽ. ഇവിടെ ആകുമ്പോൾ പതിയെ സമയം എടുത്ത് എഴുതിയാൽ മതിയെന്ന് വെച്ചിട്ട് ഇങ്ങനെ പതിയെ എഴുതാണ്, നീറ്റിൽ ഹാൻഡ് റൈറ്റിങ് വരാൻ വേണ്ടിയിട്ട്. സ്റ്റഡി വ്ളോഗും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. പിന്നെ എൻ്റെ സ്കിൻ കെയർ, എന്താ ഒരു പ്രൊഡക്റ്റീവ് ഡേ ഇൻ മൈ ലൈഫ് ഇടുന്നുണ്ട്. അതായത് സ്കിൻ കെയർ, ഹെയർ കെയർ മൊത്തത്തിലൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട്. എന്നാൽ അതൊന്നും ചെയ്യാറില്ല. പിന്നെ അതിന് ശേഷം ഞാൻ രാത്രി ഒരു 10:30 ആയപ്പോൾ ടി വി കാണാനായിട്ടിരുന്നു. അങ്ങനെ ടി വി ഒക്കെ കണ്ട് സമയം കഴിഞ്ഞിട്ട് 11 മണിയായപ്പോൾ കിടന്നുറങ്ങാനും പോയിട്ടോ. വെക്കേഷനൊക്കെ അത്യാവശ്യം വീഡിയോ ഞാൻ എന്തായാലും ശ്രമിക്കും കേട്ടോ. എല്ലാവർക്കും ഇപ്പോൾ ഫൈനൽ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്കിപ്പോൾ ക്ലാസ്സാണ്. എല്ലാവരും 26-ാം തീയതി ഒക്കെ ആകുമ്പോൾ പൂട്ടും ഞങ്ങളുടെ സ്കൂളിൽ. പിന്നെ ഞങ്ങൾക്ക് ഏപ്രിൽ 1 ആവാണ്ട് പൂട്ടില്ല, 9ാം ക്ലാസ്സല്ലേ, ക്ലാസ് നടന്നുകൊണ്ടിരിക്കല്ലേ. പത്തിനിയും പൂട്ടില്ലായിരിക്കും എന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. സ്റ്റഡി വ്ളോഗ് എന്തായാലും ഉടനെ വരുന്നതായിരിക്കും. കാരണം ഇപ്പോൾ 9ആയതുകൊണ്ട് അത്യാവശ്യം പഠിക്കാനും ഉണ്ട്. നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റിൻ്റെ സ്റ്റഡി വ്ളോഗാണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനത്തെ ഇടാൻ നോക്കാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.